ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ന്യൂ ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മധ്യകാല ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണ്. ഇത് ഡിഗ്രി പ്രിലിംസിന് വളരെയധികം അത്യാവശ്യമാണ്. 10 മാർക്കാണ് നമുക്ക് ഹിസ്റ്ററി ഓറിയന്റ് ചെയ്ത് വരുന്നത്. അപ്പൊ ഡൽഹി സുൽത്തനേറ്റ് ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിലനിന്ന പ്രാദേശിക രാജ്യങ്ങളെ കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്തത്. 13-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഡൽഹി കേന്ദ്രമാക്കിയുള്ള ഒരു ഭരണ സമ്പ്രദായത്തിന്റെ കീഴിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ എപ്പോഴാണ്? 13-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടു കൂടിയിട്ടാണ് ഭൂരിഭാഗം പ്രദേശങ്ങളും ഡൽഹി കേന്ദ്രമാക്കിയുള്ള ഭരണ സമ്പ്രദായത്തിന്റെ കീഴിലേക്ക് മാറിയത്. അതിന്റെ പശ്ചാത്തലവും പ്രത്യേകതകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയുമായി അറബികൾക്ക് ഉണ്ടായിരുന്ന വാണിജ്യ സാംസ്കാരിക ബന്ധമൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 8-ാം നൂറ്റാണ്ടിന്റെ ആദ്യം അറബികൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറൻ സമുദ്രതീരത്തെ പ്രദേശമായിരുന്ന സിന്ധ് ആക്രമിച്ചിട്ടുണ്ട്. 8-ാം നൂറ്റാണ്ടിൽ സിന്ധ് ആക്രമിച്ചു. ഇന്ത്യയുടെ സമ്പത്തും അറബികളുടെ കച്ചവട താല്പര്യവുമായിരുന്നു ഈ ആക്രമണത്തിന്റെ പിന്നിലെ ലക്ഷ്യം. അറബികളുടെ സിന്ധ് ആക്രമണം 712-ലാണ് അറബികൾ സിന്ധ് ആക്രമിച്ചത്. ഉമ്മയ്യാദ് ഖലീഫയുടെ സൈനിക മേധാവിയായിരുന്ന മുഹമ്മദ് ബിൻ ഖാസിമാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഖലീഫയ്ക്കും ഗവർണറായിരുന്ന അൽ ഹജ്ജാജിനും പാരിതോഷികങ്ങളുമായി സിലോണിൽ നിന്നും അറേബ്യയിലേക്ക് പോയ കപ്പൽ സിന്ധിന് സമീപം കടൽക്കൊള്ളക്കാർ ആക്രമിച്ചതായിരുന്നു അറബികളുടെ സിന്ധ് ആക്രമണത്തിന്റെ പെട്ടെന്നുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പം അറബികളുടെ സിന്ധ് ആക്രമണം ആണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഇപ്പൊ ഇത്രയും അടുത്താണ് നിൽക്കുന്നത്. സിന്ധു നദി ഒക്കെ കണ്ടില്ലേ? അപ്പൊ അതായത് ഏത് വർഷം എന്ന് ഓർത്ത് വെച്ചേക്കണം. അറബികൾ സിന്ധ് ആക്രമിച്ച വർഷം 712. ആരായിരുന്നു? ഉമയ്യാദ് ഖലീഫയുടെ സൈനിക മേധാവിയായിരുന്ന മുഹമ്മദ് ബിൻ ഖാസിമാണ് ഇതിന് നേതൃത്വം നൽകിയത്. അപ്പൊ നേതൃത്വം നൽകിയത് ആരാണ്? മുഹമ്മദ് ബിൻ ഖാസിം ആണ്. ഖലീഫയ്ക്കും ഗവർണറായിരുന്ന അൽ ഹജ്ജാജിനും പാരിതോഷികങ്ങളുമായി സിലോണിൽ നിന്നും, അതായത് ശ്രീലങ്കയിൽ നിന്നും അറേബ്യയിലേക്ക് പോയ കപ്പൽ സിന്ധിന് സമീപം കടൽ കൊള്ളക്കാർ ആക്രമിച്ചതായിരുന്നു അറബികളുടെ സിന്ധ് ആക്രമണത്തിന്റെ പെട്ടെന്നുള്ള കാരണം. അപ്പൊ സിലോണിൽ നിന്ന് അറേബ്യയിലേക്ക് പോയിരുന്ന കപ്പൽ സിന്ധിന് സമീപം കടൽക്കൊള്ളക്കാർ ആക്രമിച്ചതിന് പകരമായിട്ടാണ് അറബികൾ എന്ത് ചെയ്തത്? സിന്ധ് ആക്രമണം നടത്തിയത്. ആരുടെ നേതൃത്വത്തിലാണ്? മുഹമ്മദ് ബിൻ ഖാസിം. ഈ ആക്രമണത്തോടെ ഇന്ത്യയിലെ വിവിധ ഭരണാധികാരികളുടെ ദൗർബല്യം മറ്റു രാജ്യങ്ങൾക്കും ബോധ്യപ്പെട്ടു. തുടർന്ന് തുർക്കികളായ ഗസ്നയിലെ മഹമ്മൂദും ഗോറിയിലെ മുഹമ്മദും 11-12 നൂറ്റാണ്ടുകളിൽ ഇന്ത്യയെ ആക്രമിച്ചു. മഹമ്മൂദ് 17 തവണ ഇന്ത്യയെ ആക്രമിച്ചതായി പറയുന്നു. അതൊക്കെ പണ്ടൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മഹമ്മൂദ് എത്ര പ്രാവശ്യം? 17 തവണ ഇന്ത്യയെ ആക്രമിച്ചതായി പറയുന്നു. ഇതിൽ നിന്ന് തന്നെ ഇന്ത്യയുടെ വർദ്ധിച്ച സമ്പത്തിനോട് അവർക്കുണ്ടായിരുന്ന താല്പര്യം വെളിവാക്കുന്നുണ്ട്. ഈ ആക്രമണങ്ങൾ ക്രമേണ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള സുൽത്താൻ ഭരണത്തിന് വഴിയൊരുക്കി. ഉത്തരേന്ത്യയും മധ്യേന്ത്യയും ദക്ഷിണേന്ത്യയിലെ ചില ഭാഗങ്ങളും സുൽത്താൻ ഭരണത്തിന് കീഴിലായിരുന്നു. 1206 മുതൽ 1526 വരെ നിലനിന്ന സുൽത്താൻ ഭരണത്തിന്റെ കാലത്ത് 5 രാജവംശങ്ങൾ അധികാരത്തിൽ ഉണ്ടായിരുന്നു. 5 രാജവംശങ്ങൾ ഡൽഹി സുൽത്താനേറ്റുമായി ബന്ധപ്പെട്ടുള്ള വംശങ്ങളാണ് ഈ പറയുന്നത്. അപ്പം മംലൂക്ക് വംശം, ഖിൽജി വംശം, തുഗ്ലക്ക്, സയ്യിദ്, ലോധി. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡൽഹി സുൽത്താനേറ്റ് കാലത്ത് ഉണ്ടായിരുന്നത്. മംലൂക്ക്, ഖൽജി, തുഗ്ലക്ക്, സയ്യിദ്, ലോധി. അപ്പൊ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കും. ഓർഡറിലൊക്കെ ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. 1206 മുതൽ 1526 വരെ. മുഗൾ രാജവംശം 1526 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനു മുമ്പ് വരെ ഉണ്ടായിരുന്ന ഡൽഹി സുൽത്താനേറ്റ് രാജവംശങ്ങളാണ് ഈ മംലൂക്ക്, ഖൽജി, തുഗ്ലക്ക്, സയ്യിദ് ആൻഡ് ലോധി രാജവംശം. നിരവധി ഭരണ പരിഷ്കാരങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും സാക്ഷ്യം വഹിച്ച കാലഘട്ടമായിരുന്നു ഇത്. ഇതിനകത്ത് പ്രധാനപ്പെട്ടതായിരുന്നു അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടം 1296 മുതൽ 1316 വരെ. 1296 മുതൽ 1316 വരെ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അതാണ് കമ്പോള നിയന്ത്രണം. ഈ കമ്പോള നിയന്ത്രണം ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് പണ്ടത്തെ കാലത്തൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ ആണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണകാലത്താണ് കമ്പോള നിയന്ത്രണം വന്നിരുന്നത്. ഖിൽജി രാജാവ് എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില പൊതുവെയും ഭക്ഷ്യസാധനങ്ങളുടെ വില പ്രത്യേകിച്ച് നിയന്ത്രിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഭക്ഷ്യസാധനങ്ങളുടെ വില നിയന്ത്രിക്കുക. മംഗോളിയൻ അക്രമത്തെ തുടർന്ന് അലാവുദ്ദീൻ ശക്തമായ ഒരു സൈന്യത്തെ കെട്ടിപ്പടുക്കേണ്ടി വന്നു. വിശാലമായ ഒരു സൈന്യത്തിന് ശമ്പളമായി വലിയൊരു തുക നൽകേണ്ടി വരും എന്ന ആശങ്കയാണ് അദ്ദേഹത്തിന് ഇത്തരം ഒരു പരിഷ്കാരത്തിന് പ്രേരിപ്പിച്ചത്.
ഉൽപ്പന്നങ്ങൾക്ക് വില കുറവാണെങ്കിൽ കുറഞ്ഞ തുക ശമ്പളമായി നൽകിയാൽ മതിയല്ലോ. ഇതിന്റെ ഭാഗമായി അദ്ദേഹം സംഭരണശാല സ്ഥാപിക്കുകയും ഉയർന്ന വില ഈടാക്കുന്നവർക്ക് പൂഴ്ത്തിവെപ്പുകാർക്കും ശിക്ഷകൾ നൽകുകയും ചെയ്തു. അപ്പോൾ കമ്പോള നിയന്ത്രണം കൊണ്ടുവന്നത് ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില, പൊതുവെ ഭക്ഷ്യസാധനങ്ങളുടെ വില പ്രത്യേകിച്ച് നിയന്ത്രിക്കുകയായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മംഗോളിയൻ ആക്രമണത്തെ തുടർന്ന് അലാവുദ്ദീൻ ശക്തമായ ഒരു സൈന്യത്തെ കെട്ടിപ്പടുക്കേണ്ടി വന്നു. വിശാലമായ ഒരു സൈന്യത്തിന് ശമ്പളമായി വലിയൊരു തുക നൽകേണ്ടി വരുമെന്ന ആശങ്കയാണ് അദ്ദേഹത്തെ ഇത്തരം ഒരു പരിഷ്കാരത്തിന് പ്രേരിപ്പിച്ചത്. ഉൽപ്പന്നങ്ങൾക്ക് വില കുറവാണെങ്കിൽ കുറഞ്ഞ തുക ശമ്പളമായി നൽകിയാൽ മതിയല്ലോ. അതിന്റെ ഭാഗമായി അദ്ദേഹം സംഭരണശാല സ്ഥാപിക്കുകയും ഉയർന്ന വില ഈടാക്കുന്നവർക്കും പൂഴ്ത്തിവെപ്പുകാർക്കും ശിക്ഷകൾ നൽകുകയും ചെയ്തു. ഇനി റസിയ സുൽത്താനയൊക്കെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മംലൂക്ക് വംശത്തിലെ ശ്രദ്ധേയനായ ഇൽത്തുമിഷിന്റെ മകളായിരുന്നു റസിയ എന്ന് പറയുന്നത്. മംലൂക്ക് വംശത്തിലെ ഇൽത്തുമിഷിന്റെ മകളായിരുന്നു റസിയ. തന്റെ ആൺമക്കൾക്കൊന്നും തനിക്ക് ശേഷം സിംഹാസനത്തിൽ ഇരിക്കാൻ യോഗ്യരല്ല എന്ന് കരുതി ഇൽത്തുമിഷ് തന്റെ അനന്തരാവകാശിയായി നിർദ്ദേശിച്ചത് മകളെ ആയിരുന്നു. ഇറാനിലും ഈജിപ്തിലും ഒക്കെ സ്ത്രീകൾ ഭരണാധികാരികളായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും സിംഹാസനത്തിലേക്ക് ഒരു സ്ത്രീയെ നിർദ്ദേശിക്കപ്പെടുന്നത് അക്കാലത്തെ സുപ്രധാനമായിട്ടുള്ള മാറ്റം തന്നെയായിരുന്നു. ആദ്യത്തെ ആരായിരുന്നു? റസിയ സുൽത്താന. അലാവുദ്ദീൻ ഖിൽജിയുടെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശം. ഇനിയും നമ്മൾ അടുത്തായിട്ട് നോക്കേണ്ടത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. അത്യാവശ്യം നമുക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ വരും, അതിനകത്ത് പെട്ടെന്ന് എഴുതാം. ഇന്ത്യയിലെ ഫലഭൂയിഷ്ഠമായ മണ്ണ് കൃഷിക്ക് ഏറെ അനുയോജ്യമായിരുന്നു എന്ന് 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കൻ സഞ്ചാരിയായിട്ടുള്ള ഇബ്നു ബത്തൂത്ത അഭിപ്രായപ്പെടുന്നുണ്ട്. ആരാണ്? ഇബ്നു ബത്തൂത്ത. ഇന്ത്യയുടെ ഫലഭൂയിഷ്ഠമായ മണ്ണ് കൃഷിക്ക് അനുയോജ്യമായിരുന്നു എന്ന് ഏത് സഞ്ചാരി? മൊറോക്കൻ സഞ്ചാരി. വർഷത്തിൽ 2-3 തവണ കൃഷി ചെയ്തിരുന്നതായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനസംഖ്യയുടെ ഭൂരിഭാഗവും കർഷകരായിരുന്നു. എന്നാൽ തുടർച്ചയായ ക്ഷാമങ്ങളും യുദ്ധങ്ങളും കർഷകരെ ബുദ്ധിമുട്ടിലാക്കി. കരിമ്പ്, ഗോതമ്പ്, നീലം, പരുത്തി, എണ്ണക്കുരുക്കൾ, പഴവർഗ്ഗങ്ങൾ, പൂക്കൾ എന്നിവ കൃഷി ചെയ്തിരുന്നു. ഇവ എണ്ണയാട്ടൽ, ശർക്കര ഉണ്ടാക്കൽ, നെയ്ത്ത്, തുണികളിൽ ചായം പിടിപ്പിക്കൽ തുടങ്ങിയ കൈത്തൊഴിലുകളുടെ പുരോഗതിക്ക് കാരണമായി. ജലാശയത്തിൽ നിന്നും കാലുകളെ ഉപയോഗിച്ച് ചക്രം കറക്കി വെള്ളമെടുത്ത് ജലസേചനത്തിൽ ഉപയോഗിക്കുന്നത് രഹത് ജലസേചന സമ്പ്രദായം നിലനിന്നു. അപ്പൊ ചക്രം കറക്കി വെള്ളമെടുത്ത് ജലസേചനത്തിൽ ഉപയോഗിക്കുന്ന സമ്പ്രദായം രഹത് ജലസേചന സമ്പ്രദായം എന്ന കാര്യം ജസ്റ്റ് ഓർത്ത് വെച്ചേക്കണം. അതായത് കരിമ്പ്, ഗോതമ്പ്, നീലം, പരുത്തി, എണ്ണക്കുരുക്കൾ, പഴവർഗ്ഗങ്ങൾ, പൂക്കൾ എന്നിവ കൃഷി ചെയ്തിരുന്നുണ്ട്. പൂക്കളും പഴവർഗ്ഗങ്ങളും, ഗോതമ്പ്, നീലം, പരുത്തി. എണ്ണയാട്ടല്, ശർക്കര ഉണ്ടാക്കൽ, നെയ്ത്ത്, തുണികളിൽ ചായം പിടിക്കുക, ഇതെല്ലാം എന്താണ്? കൈത്തൊഴിലുകളുടെ പുരോഗതിക്ക് കാരണമായിട്ടുണ്ടായിരുന്നു. കാർഷിക രംഗത്തെ വളർച്ചയ്ക്ക് പുറമെ ഭരണസ്ഥിരത, ഗതാഗത സംവിധാനങ്ങളുടെ പുരോഗതി, ടാങ്ക, വെള്ളി, ദിർഹം, ചെമ്പ് എന്നീ നാണയങ്ങളെ അടിസ്ഥാനമാക്കി രൂപപ്പെട്ട പണവ്യവസ്ഥ എന്നിവ വ്യാപാരത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി. ആ ഒരു ടൈമിൽ എന്തായിരുന്നു? ടാങ്ക, വെള്ളി, ദിർഹം, ചെമ്പ്. കയറ്റുമതിയും ഇറക്കുമതിയും ശക്തപ്പെട്ടു. മിൻസ പട്ടുതുണി, സ്ഫടികം, കുതിരകൾ, ചീനപാത്രങ്ങൾ, ആനക്കൊമ്പ്, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവ വിവിധ രാജ്യങ്ങളിൽ ഇറക്കുമതി ചെയ്തു. ഇന്ത്യയിൽ കയറ്റുമതിയായിരുന്നു ഇറക്കുമതിയേക്കാൾ കൂടുതൽ. അതിനാൽ അക്കാലത്ത് സ്വർണവും വെള്ളിയും ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തി. വ്യാപാരത്തിൽ വളർച്ച നഗരങ്ങളിലും നഗര ജീവിതവും സുദൃഢമാകുന്നതിന് കാരണമായി. ഡൽഹിയും ദൗലത്താബാദും അന്നത്തെ കിഴക്കൻ ലോകത്തെ വൻകിട നഗരങ്ങളായിരുന്നു. ബംഗാളും ഗുജറാത്തിലെ നഗരങ്ങളും തുണിത്തരങ്ങൾക്ക് പേരുകേട്ടവയായിരുന്നു. ലാഹോർ, മുൾട്ടാൻ, ലക്നൗ എന്നിവ തിരക്കേറിയ നഗരങ്ങളായിരുന്നു. ഇവിടങ്ങളിൽ നിലനിന്ന തുകൽപ്പണി, ലോഹപ്പണി, പരവതാനി നിർമ്മാണം, മരപ്പണി തുടങ്ങിയ കൈത്തൊഴിലുകൾക്ക് പുറമെ തുർക്കികൾ പേപ്പർ നിർമ്മാണവും ആരംഭിച്ചു. ഇപ്പൊ പേപ്പർ നിർമ്മാണം ഇന്ത്യയിൽ ആരംഭിച്ചത് തുർക്കികളാണ്. അപ്പം തുകൽപ്പണി, ലോഹപ്പണി, പരവതാനി നിർമ്മാണം, മരപ്പണി തുടങ്ങിയ കൈത്തൊഴിലുകൾക്ക് പുറമെ പേപ്പർ നിർമ്മാണം ആരംഭിച്ചത് തുർക്കികൾ. രാജ്യത്തെ ഭൂമി മുഴുവൻ ഇക്തകളായി തിരിച്ച് തുർക്കി പ്രഭുക്കന്മാർക്ക് വീതിച്ച് നൽകിയിരുന്നു. അപ്പം രാജ്യത്തെ ഭൂമികളൊക്കെ ഏതായിട്ട്? ഇക്തകളായിട്ട്. ഈ ഇക്തകളിൽ നിന്നുള്ള ഭൂനികുതി വിഹിതം പ്രഭുക്കന്മാർ പിരിച്ച് സുൽത്താനും നൽകി. നികുതി പണമായി പിരിച്ചതിന് ഒരു പണവ്യവസ്ഥയുടെ ആവിർഭാവത്തിനും അതിലൂടെ വൻതോതിലുള്ള സാമ്പത്തിക പുരോഗതിക്കും വഴിതെളിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. തുർക്കികളാണ് പേപ്പർ നിർമ്മാണം ആരംഭിച്ചത്. രാജ്യത്തെ ഭൂമി മുഴുവൻ ഇക്തകളായി തിരിച്ച് തുർക്കി പ്രഭുക്കന്മാർക്ക് വീതിച്ച് നൽകിയിരുന്നു. ഇക്തകളിൽ നിന്നും ഭൂനികുതി വിഹിതം പ്രഭുക്കന്മാർ പിരിച്ചാർക്ക് നൽകി? സുൽത്താൻമാർക്ക് നൽകി. നികുതി പണമായി പിരിച്ചത് ഒരു പണസമ്പദ് വ്യവസ്ഥയുടെ ആവിർഭാവത്തിനും അതിലൂടെ വൻതോതിലുള്ള സാമ്പത്തിക പുരോഗതിക്കും വഴിതെളിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ സുൽത്താനായിരുന്ന ഇൽത്തുമിഷിന്റെ കാലത്താണ് ഇക്ത സമ്പ്രദായം. അപ്പൊ ഇക്ത സമ്പ്രദായം നിലവിലിരുന്നത് ആരുടെ കാലത്താണ്? ഇൽത്തുമിഷിന്റെ കാലത്താണ്. രാജ്യത്തെ ചെറുതും വലുതുമായ ഭൂപ്രദേശങ്ങളായി തിരിച്ച് അവയെ സൈനികർ, ഉദ്യോഗസ്ഥർ, ഭൂപ്രഭുക്കന്മാർ എന്നിവർക്ക് വിധിച്ചു നൽകുന്ന ഭൂമിദാന സമ്പ്രദായം ആയിരുന്നു ഇത്. അതായത് രാജ്യത്തെ ചെറുതും വലുതുമായിട്ടുള്ള ഭൂപ്രദേശങ്ങളായി തിരിച്ച് സൈനികർക്കും ഉദ്യോഗസ്ഥർക്കും പ്രഭുക്കന്മാർക്കും ഒക്കെ വീതിച്ചു കൊടുത്തു. എന്നിട്ട് ഇവര് ദാനം നൽകുന്ന ഭൂപ്രദേശം ഏത് പേരിൽ അറിയപ്പെട്ടു? ഇക്തകൾ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇനി ഇതിനകത്തുനിന്നുള്ള ടാക്സ് എങ്ങനെ ചെയ്തു? പൈസ ആയിട്ട് കൊടുത്തു.
അതായത് ഭൂമികളെല്ലാം പിരിച്ച് ആർക്ക് കൊടുത്തു? സൈനികർക്കും ഉദ്യോഗസ്ഥർക്കും പ്രഭുക്കന്മാർക്കും ഒക്കെ വിധിച്ചു നൽകുന്ന സമ്പ്രദായമാണ് ഇക്ത. അത് ആരംഭിച്ചത് ഇൽത്തുമിഷ് ആണെന്ന കാര്യം ഓർത്തു വെച്ചാൽ മതി. 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ആയത് കേട്ടോ. ഈ സുൽത്താൻ ഭരണകാലത്തെ സാമൂഹിക ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. മധ്യകാല സമൂഹം നിരവധി അസമത്വങ്ങൾ നിറഞ്ഞതായിരുന്നു. സുൽത്താൻ മുഖ്യ പ്രഭുക്കന്മാർ, മുഗ്ധം എന്നറിയപ്പെട്ട ഗ്രാമത്തലവൻ, ചെറുകിട പ്രഭുക്കന്മാർ എന്നിവർ ഉയർന്ന നിലവാരത്തിലുള്ള ജീവിതം നയിച്ചു. അപ്പൊ മുഗ്ധം എന്നറിയപ്പെടുന്നത് എന്താണ്? ഗ്രാമത്തലവനെയാണ് മുഗ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗ്രാമത്തലവനെയാണ് മുഗ്ധം എന്ന പേരിൽ അറിയപ്പെട്ടത്. മുഗ്ധം. ഇനി നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും ഭൂരിഭാഗം ജനങ്ങളും നിരവധി യാതനകൾ അനുഭവിച്ചിരുന്നു. ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായി നിലനിന്ന സാമൂഹിക ഘടനയ്ക്ക് അടിസ്ഥാനപരമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. സ്ത്രീ പദവിക്ക് ചെറിയ മാറ്റം വന്നതായി ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. സ്ത്രീകളുടെ സ്വത്തിന്മേലുള്ള അവകാശത്തിലാണ് പുരോഗമനപരമായി ഈ മാറ്റം കാണാൻ കഴിയുന്നത്. എന്നാൽ ജാതി വ്യവസ്ഥ തദ്ദേശീയരും ഇസ്ലാം മത വിശ്വാസികളും തമ്മിലുള്ള ഇടപെടലിനെ പരിമിതപ്പെടുത്തിയില്ല. സൈന്യത്തിന്റെയും ഭരണത്തിന്റെയും നേതാക്കൾ പലപ്പോഴും ഹിന്ദു മതവിശ്വാസികൾ ആയിരുന്നു. ഏത് വിശ്വാസികളായിരുന്നു? ഹിന്ദു സൈന്യത്തിന്റെയും ഭരണത്തിന്റെയും നേതാക്കൾ. അപ്പൊ അത്രേ ഉള്ളൂ ഇവിടെ നമുക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ജാതി വ്യവസ്ഥ, സ്ത്രീ പദവി കുറച്ചൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പരിചയമുള്ള ചില സംഗീത ഉപകരണങ്ങൾ ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഡൽഹി സുൽത്താൻമാരുടെ കാലത്താണ് ഈ സംഗീത ഉപകരണങ്ങൾ ഇന്ത്യയിലേക്ക് വന്നത്. ഇത്തരത്തിൽ സുൽത്താൻ ഭരണം ഇന്ത്യയുടെ സാംസ്കാരിക ജീവിതത്തെ ശക്തമായി സ്വാധീനിച്ചിരുന്നു. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലും ജനജീവിതത്തിന്റെ വിവിധ മേഖലകളിലും വ്യത്യസ്ത രീതിയിലായിരുന്നു സുൽത്താൻ ഭരണം സ്വാധീനം ചെലുത്തിയത്. മാത്രമല്ല അത് പൊടുന്നനെ സംഭവിച്ചതും ആയിരുന്നില്ല, മറിച്ച് ദീർഘനാളത്തെ പരസ്പര ബന്ധത്തിലൂടെയാണ് രണ്ട് സംസ്കാരങ്ങളുടെ സമന്വയം രൂപപ്പെട്ടത്. അത് ചിലപ്പോഴൊക്കെ ഉയർച്ച താഴ്ചകൾ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വാസ്തുവിദ്യ, സാഹിത്യം എന്നീ രംഗങ്ങളിലും ഈ സ്വാധീനം കാണും. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കുത്തബ് മീനാർ, തുഗ്ലക്കാബാദ് കോട്ട, ഹോസ്ക സമുച്ചയം, ലോധി പൂന്തോട്ടം എന്നിവ വാസ്തുവിദ്യാ രംഗത്തെ സംഭാവനകൾക്ക് നല്ല ഉദാഹരണങ്ങൾ ആണ്. അപ്പൊ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കുത്തബ് മീനാർ, തുഗ്ലക്കാബാദ് കോട്ട, ഹോസ്ക സമുച്ചയം, ലോധി പൂന്തോട്ടം എന്നിവയെല്ലാം ഇങ്ങനെയുള്ളതിനെല്ലാം നല്ല ഉദാഹരണമാണ്. അറബി ഭാഷയിൽ ഇക്കാലത്ത് നിരവധി കൃതികൾ രചിക്കപ്പെടുകയും ഇന്ത്യയിൽ നിന്നും ചില ശാസ്ത്ര ഗ്രന്ഥങ്ങളും ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളും അറബി ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്യപ്പെടുകയും ചെയ്തു. തുർക്കികളുടെ വരവോടെ പേർഷ്യൻ ഭാഷ ഇന്ത്യയിലേക്ക് കടന്നു വന്നു. തുർക്കികളുടെ വരവോടുകൂടിയിട്ട് പേർഷ്യൻ ഭാഷ ഇന്ത്യയിലേക്ക് കടന്നു വന്നു. പേർഷ്യൻ ഭാഷയിൽ മനോഹരമായ കൃതികൾ രചിച്ച സാഹിത്യകാരനായിരുന്നു അമീർ ഖുസ്രു. ചരിത്ര രചനയും ഇക്കാലത്ത് ഒരു പ്രമുഖ ശാഖയായി വളർന്നു വന്നു. സിയാവുദ്ദീൻ ബറാനി സുൽത്താൻ ഭരണകാലത്ത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായിട്ടുള്ള ഒരു ചരിത്രകാരനായിരുന്നു. സുൽത്താൻ ഭരണകാലത്ത് ജീവിച്ചിരുന്ന പ്രശസ്തനായ ചരിത്രകാരന്റെ പേരാണ് സിയാവുദ്ദീൻ ബറാനി എന്ന് പറഞ്ഞിരിക്കുന്ന സുൽത്താൻ കാലത്ത് ജീവിച്ചിരുന്ന പ്രശസ്തനായിട്ടുള്ള ചരിത്രകാരനായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എസ്തോർണം എന്നൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതൊക്കെ ചോദിക്കാവുന്നതാണ്. ഡൽഹിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ സംസാര ഭാഷയായിരുന്ന ഹിന്ദാവിയുടെയും വിദേശ ഭാഷയായ പേർഷ്യന്റെയും സംയോജനത്തിലൂടെയാണ് ഉറുദു ഭാഷ വികാസം പ്രാപിച്ചത്. ഉറുദു ഭാഷ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹിന്ദാവിയുടെയും വിദേശ ഭാഷയായ പേർഷ്യന്റെയും സംയോജനത്തിലൂടെയാണ് ഇത് വന്നത്. ഉറുദു ഭാഷയുടെ വികാസത്തിൽ മധ്യകാല ഇന്ത്യയിൽ ജീവിച്ചിരുന്ന പ്രശസ്ത കവി അമീർ ഖുസ്രു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ചുവടെ തന്നിരിക്കുന്നത്. 2 കാരണങ്ങളാൽ ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു. ഒന്നാമതായി, ഇന്ത്യ എന്റെ ജന്മഭൂമി ആണ്. ജന്മനാടിനെ സ്നേഹിക്കുക എന്നത് ഓരോരുത്തരുടെയും വിശ്വാസത്തിന്റെ ഭാഗം ആണ്. രണ്ടാമതായി, ഇന്ത്യ ഒരു സുന്ദര ലോകമാണ്. ഖുറാസനേക്കാൾ സുന്ദരമാണ് ഇവിടുത്തെ കാലാവസ്ഥ. വർഷം മുഴുവൻ പൂക്കളും ഹരിതാഭയും നിറഞ്ഞതാണ് ഇവിടുത്തെ ഭൂപ്രകൃതി. ഇതൊക്കെ ആരുടെ വാക്കുകളാണ്? അമീർ ഖുസ്രുവിന്റെ വാക്കുകളാണ്. അപ്പൊ ഏതൊക്കെ ലാംഗ്വേജസിന്റെ സംയോജനം ആയിട്ടാണ് ഉറുദു ഭാഷ വന്നിരിക്കുന്നത്? ഡൽഹിയിലുള്ള പ്രദേശത്തിലുള്ള ഹിന്ദാവി എന്ന ഒരു ലോക്കൽ ലാംഗ്വേജ്. ഇനി വിദേശ ഭാഷയായ പേർഷ്യന്റെയും സംയോജനം, ഹിന്ദാവിയുടെയും പേർഷ്യന്റെയും സംയോജന ഫലമായിട്ടാണ് ഉറുദു ഭാഷ വന്നിരിക്കുന്നത്. ഉറുദു ഭാഷ ഗുപ്ത ഭരണകാലത്തിന് ശേഷം ഇന്ത്യയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 300 വർഷക്കാലം ഇന്ത്യ ഡൽഹി സുൽത്താൻമാരുടെ ഭരണത്തിൽ കീഴിലാവുകയും ചെയ്തു. ഏകീകൃതവും സർവ്വമത ഭരണത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിച്ചു. അപ്പൊ അത്രേ ഉള്ളൂ ഈ ഒരു ടോപ്പിക്കിനകത്ത് പറഞ്ഞ സുൽത്താൻ രാജവംശം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പിന്നെ വേറൊരു ക്ലാസ് കൂടെ എടുത്തു തരാം. കുറച്ച് അക്ബറുടെ സമ്പ്രദായങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് 9th സ്റ്റാൻഡേർഡിൽ ഓൾഡ് ടെക്സ്റ്റിനകത്തുണ്ട്. അപ്പൊ അതുകൂടെ നമുക്ക് നോക്കിയിട്ട് കുറച്ചുകൂടെ ക്ലാസ് എടുക്കാം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് അത്യാവശ്യം ഒന്ന് പഠിച്ചു വെച്ചിരിക്കും. ഇത് പുതിയ ടെക്സ്റ്റിനകത്ത് ഇത്രയേ ഉള്ളൂ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ശരി, ബൈ, താങ്ക് യു.